വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് സവാള അരിഞ്ഞറിയാം കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, ഇറ്റ്സ് നെക്ലസ്. വി ഗോ ലക്ക് ഉണ്ട് കേട്ടോ, നമുക്ക് കുഞ്ഞിട്ട് ലക്ക് ഉണ്ട്. പക്ഷെ ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്, UK ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ 9 o'clock ആയി. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ഇന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൊടുത്തൊരു സ്ഥിരം കാര്യമല്ല, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്കിനി പോകുമ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോവാം. അപ്പോൾ യാ, സോ വെൽക്കം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് മോർണിംഗ് സ്കിൻ കെയർ ആയിട്ട്. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും വേർത്തൊന്നുമില്ല ബിക്കോസ് തുടക്കമല്ല, അപ്പോൾ കുറേ നമ്മൾ അധികം ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തേക്കാം. മോയ്സ്ചറൈസർ ആട്ടിത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓക്കെ പ്രൊഡക്റ്റ് ആട്ടോ, കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആകും, പക്ഷെ അത്രക്ക് മോയ്സ്ചറൊന്നും നമ്മുടെ മുഖത്ത് പിടിച്ച് നിർത്തൂല കേട്ടത്. അതുകൊണ്ട് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു സെറം തേക്കുമായിരുന്നു, ബട്ട് ഞാനിപ്പോൾ മറന്നുപോയി ആ സെറം തേക്കാൻ. സോ നമുക്ക് ഇപ്പോൾ മോയ്സ്ചറൈസർ മാത്രം ഇടാം. ആക്ച്വലി ഞാൻ മറന്നതാട്ടോ സെറം തേക്കാൻ. സോ ആദ്യം സെറം തേച്ചിട്ടായിരുന്നു മോയ്സ്ചറൈസർ തേക്കേണ്ടത്. സോ ഇനിയിപ്പോൾ സെറം തേക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ലിപ് ബാം കൂടി തേക്കാം. ഇത് ബോഡി ഷോപ്പിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഒരു ടിൻറ്റും കൂടി ചേർക്കാം കേട്ടോ, കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ടിരിക്കട്ടെ എന്നോർത്തു. ഞാൻ യൂസ് ചെയ്യുന്ന സെറം വന്നിട്ട് ഈ സെറം കേട്ടോ. ഇതുണ്ട്. പിന്നെ ബോഡി വൈപ്സ് ആകുന്നുണ്ട്. വിറ്റാമിൻ സി സെറം ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള സെറം. ഓക്കെ, ദെൻ നമുക്കിനി മുടി കെട്ടിയിട്ട് നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ സലീഷ് ബ്രോ എനിക്ക് സവാള അരിഞ്ഞറിയാം കേട്ടോ. നമ്മുടെ എഗ്ഗിന് വേണ്ടിയിട്ടുള്ള സവാള സലീഷ് ബ്രോ എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ സവാളയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മമ്മൂട്ടിക്ക് പ്രാക്ടീസ് ചെയ്യണം. അത് കോൾഡ് ഉണ്ട് കുറച്ച്, അപ്പം അതാണ് സൗണ്ടിന് ഇത്ര പ്രശ്നം. നമ്മളപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാഷേ ഇതുപോലത്തെ ടീ സാഷേസ് ആയിട്ട്. ഇപ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി, നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചായ ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഞങ്ങൾ ഇന്ന് മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഞാനിവിടെ വന്ന് കുറച്ചാൾ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ജിമ്മിന് ഒന്ന് വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ
എക്സസൈസ് ഞങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. തുടക്കം തന്നെ ഫ്ലോപ്പാണ്. അതെ, പിന്നെ എല്ലാത്തിനും തുടക്കത്തിൽ ഒരു ടൈം ഉണ്ടല്ലോ. അതന്നെ. പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് നോക്കാം. എന്തായാലും ഞാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവളുടെ കേസ് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വർക്കൗട്ട് വെച്ച് കണ്ടിന്യൂ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഒന്നാക്കി എടുക്കണം. കുറച്ചാളായി വീട്ടിൽ വെറുതെ ഇരിക്കണത്. അപ്പോൾ ഒന്ന് ശരീരമൊക്കെ അനങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടർ വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എഗ് ഓംലെറ്റ് അടിക്കും. പിന്നെ എനിക്ക് കോഫി, സാലിഷ് ബ്രോയ്ക്ക് കട്ടൻ ചായ ആണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കട്ടൻ ചായയിലേക്ക് തിരിഞ്ഞു. ഭയങ്കര കപലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ പാൽ ചായ കുറച്ച് കട്ടൻ ചായയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് വഴി ഓരോന്ന് കണ്ണേരുണ്ടല്ലോ അക്കരാ. സ്റ്റെപ്പ് വഴി ഓരോന്നോരോന്നും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ കുറയ്ക്കുന്നു. ഷുഗർ കുറച്ചുകൂടി. സോറി ഗൈസ്, നല്ല ചുമയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ചുമച്ചേർന്ന് ആരോ കണ്ണു വെച്ചതാ. നമ്മുടെ പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ടാട്ടോ ഇന്ന് എഗ്ഗ് വറുത്തെടുക്കണത്, മുട്ട വറുത്തെടുക്കണത് നമ്മൾ ബട്ടർ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ വേറൊരു എക്സ്ട്രാ ഒരു ഫ്ലേവർ കൂടി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടർ ഇട്ടിട്ട് നമ്മുടെ എഗ്ഗ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ സവാളയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ എഗ്ഗ്, വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. എരിവിനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സലീഷ് ബ്രോയ്ക്ക് കുറച്ച് പെപ്പർ പൗഡർ ആണെന്ന് പറഞ്ഞിട്ട് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സലീഷ് ബ്രോ ഭയങ്കര സ്കില്ലിൽ മറിച്ചിടാൻ നോക്കുകയാണ്. പക്ഷേ പാളിപ്പോയി. അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ മറിച്ചിട്ട് ഇങ്ങനെ ഒരു കോലത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട വറുത്തത്. ആൻഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേഗം മുട്ട വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു. എനിക്ക് മാത്രമേ ഉള്ളൂ ബ്രെഡ് ടോസ്റ്റ്, സലീഷ് ബ്രോയ്ക്ക് വേണ്ട. അങ്ങനെ ഇന്നുള്ള കോഫി ഞാൻ ഇടാണ്. 7 സ്പൂൺസോ കുറക്കാറായിട്ടൊക്കെ. ഓക്കെ, ഞാനിപ്പോൾ ഭയങ്കര കോഫി അഡിക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി. എനിക്കിപ്പോൾ കോഫി കുടിച്ചില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി കേട്ടോ. സലീഷ് ബ്രോ എൻ്റെ കോഫി കുറച്ച് പ്രസൻറ്റബിളും ഡെക്കറേറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കോഫി പൗഡർ മുകളിൽ തൂക്കിയിട്ട് കുറച്ച് അടിപൊളിയാക്കി തന്നു കേട്ടോ സലീഷ് ബ്രോ. ബ്യൂട്ടിഫുൾ കോഫീസ് റെഡി. കുട്ടൻ ചായ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ രാവിലെ എത്ര പേർക്ക് ഇപ്പോൾ കട്ടൻ ചായ രാവിലെ എണീറ്റ് കുടിക്കുന്ന ശീലമുണ്ട്? നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ പാൽ ചായ ആയിരുന്നു. ഇവിടെ വന്ന് കപ്പക്കെട്ട് കൂടിയപ്പോൾ അത് കട്ടൻ ചായയിലേക്ക് മാറ്റി. കട്ടൻ ചായ എപ്പോഴും ഒരു വികാരമല്ലേ. മറ്റേ പഴയ സിനിമയിൽ പറയും ജോൺസൺ മാഷും കട്ടൻ ചായ മിച്ചറ അല്ല മഴ. അപ്പോൾ ഞാൻ ചായയുള്ള പരിപാടിക്ക് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് പറയാനൊന്നുമില്ല. ബ്രെഡ് ടോസ്റ്റ്, മുട്ട. എനിക്ക് ടോസ്റ്ററാണ്, സലീഷിന് വിത്തൗട്ട് ടോസ്റ്റ്. ടോസ്റ്റ് ഇട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സലീഷ് ബ്രോ റെഡി ആയിക്കണേ കേട്ടോ ജോലിക്ക് പോകാൻ വേണ്ടിട്ട്. ജോലിക്ക് പോകാൻ വേണ്ടി കുളി കഴിഞ്ഞു, ഡ്രസ്സ് മാറി. ഓൾ സെറ്റ് ടു ഗോ. എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പൊ മരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഹെഡ്സെറ്റ് വെച്ച് പോവാണ് ഞാൻ. ഓക്കേ. വരുന്നില്ല.
ചൂടാവണ്ടേ ഗൈസ്? അപ്പം ഞാൻ പോവാണ്. 1:30 എനിക്ക് പോയാൽ മതി. പക്ഷേ ഇപ്പോൾ 1 മണിയായിട്ടുള്ളൂ. എന്നെ ഇപ്പോഴേ പറഞ്ഞു വിടാണ് ഇവള്. നേരത്തോടുകൂടി എന്നെ വീഡിയോ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. പോയിട്ട് ഇനി 10:30 കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സമയം 1:30 കഴിഞ്ഞു. സലീഷ് പ്രോ പോയിട്ട് അപ്പോൾ ഇനി എനിക്കൊന്നും പരിപാടിയൊന്നുമില്ല, എനിക്ക് കുക്ക് ചെയ്യാനില്ല. ബിക്കോസ് ഉച്ചക്കത്തേക്ക് ഓൾറെഡി നമുക്ക് ലഞ്ച് ഓൾറെഡി തന്നെ ഉണ്ട്. ചോറും ചെറുപ്പയറും മത്തനും കൂടി ഒരു കറി വെച്ചിട്ടുണ്ട്. എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാം നമുക്ക്. ആൻഡ് നൈറ്റ് ആണെങ്കിൽ പോലും അത് തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തേക്ക് ഇനിയിപ്പം രാത്രി ഒരു ചിക്കൻ വറുത്തത് ഉണ്ടാക്കണം. അതല്ലാതെ വേറൊരു പരിപാടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടൈമിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എത്ര സബ്സ്ക്രൈബേഴ്സായി. അത് ഇപ്പം മാത്രമല്ല കേട്ടോ, ഡെയിലി അപ്പോൾ ഓരോ സമയത്ത് ഓരോ മണിക്കൂറിൽ ഞാൻ ചെക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ചെക്ക് ചെയ്തപ്പോൾ 979 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക് യു കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മളുടെ ചാനൽ മിക്കവരും തന്നെ കാണുന്നത് അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് 979 സബ്സ്ക്രൈബേഴ്സ്. ആക്ച്വലി നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് 4 ഇയേഴ്സ് ആയെങ്കിൽ പോലും ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും 4 വർഷമായിട്ട് എല്ലാവരും ആലോചിക്കില്ലേ, 4 വർഷമായിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് ആലോചിക്കും. കുഴപ്പമില്ല, നമ്മുടെ ഭയങ്കര ഈ 979 സബ്സ്ക്രൈബേഴ്സ് ഉള്ളേക്ക് പോലും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് എല്ലാവരും തന്നെ. ഒരുപാട് ഫ്രണ്ട്സാണ് അതിൻ്റെ അകത്ത്, ഭൂരിഭാഗം പേരും നമ്മുടെ തന്നെ ഫ്രണ്ട്സാണ് കേട്ടോ. And I'm so happy and thank you for you guys for subscribing to our channel. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത്, ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ ഞാൻ ഈ റൂമിൽ തന്നെയാണ് ഫുൾ ഡേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. വേറെ എങ്ങോട്ടും പോവാറില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്, അന്ന ജേക്കബിൻ്റെ ലൈസൻസ് ടു ഡ്രീം എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. നമ്മുടെ UK ഒരുപാട് ചാരിറ്റി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ബുക്സ് നമുക്ക് കിട്ടും കേട്ടോ വായിക്കാനായിട്ട്. ഭയങ്കര വിലക്കുറവാണ്. ലൈക്ക് 50 പീക്കാണ് കേട്ടോ ഞാൻ ഈ ബുക്ക് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ആമസോണിൽ നല്ല റേറ്റ് ഉണ്ട്. £5 അടുത്ത് ആമസോണിൽ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഓൾറെഡി ആരെങ്കിലും വായിച്ച് ബുക്ക് വായിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബുക്ക് വായിക്കാമെന്ന് ഓർത്തു. ഇതിൻ്റെ മെയിൻ കാരണം, ഞാൻ ഈ ബുക്ക് എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു വേർഡ് കണ്ടിട്ടാണ് കേട്ടോ, ഡ്രീം എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടിട്ടാണ്. പക്ഷേ അതൊരു നല്ലൊരു ബുക്കാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 8 ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ബുക്ക് വായിക്കുന്നത്. പക്ഷേ ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു, എന്തായാലും ബുക്ക് വായിക്കാം, വെറുതെ ഇരിക്കുകയല്ലേ നമ്മൾ റൂമിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് വട്ടു പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം കേട്ടോ ബുക്ക് വായിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം കുറേ നേരമൊന്നും വായിക്കില്ല, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വായിക്കുള്ളൂ. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് 1 വീക്ക് ആവാറായി. ഞാൻ ആകെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 8 ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, സ്ലോ ആയിട്ടേ നമുക്ക് പോകുന്നുള്ളൂ. ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് എനിക്ക് ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള രീതിയിലൊന്നുമില്ല. എനിക്ക് പറ്റുമ്പോൾ ഞാൻ വായിക്കും, എനിക്ക് മടുക്കുമ്പോൾ ഞാൻ നിർത്തും, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇനി കുറച്ച് നേരം ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. ഗൈസ്, അപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ചാപ്റ്റർ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ആ കാര്യം സംഭവിച്ചത്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ മെയിൻ ക്യാരക്ടറായ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഈ ബുക്കിലെ മെയിൻ ക്യാരക്ടറിന് ലോട്ടറി അടിച്ചു. അത് സെക്കൻഡ് പ്രൈസ് ഒന്നുമല്ല, ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അങ്ങനെയാണ് അവളുടെ ഡ്രീമിലേക്കുള്ളൊരു എൻട്രി നടത്തുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്കും നമ്മളുടെ ചാൻസ് ഒന്ന് പോയി ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ കുറച്ച് ലോട്ടറി കൂപ്പൺസൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
ടെസ്കോലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്നാൽ നമുക്കും പോയി ഒരു ലോട്ടറി എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എടുത്താലോ ഗൈസ് നമുക്ക്? അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് പറയും? ഓട്ടിട്ട് കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് 0.4 കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ തൊട്ട് നേരെ തന്നെ ഒരു ടെസ്കോ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഒരു കുഞ്ഞ് ലോട്ടറി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ എപ്പോഴും ലോട്ടറി എടുക്കുന്ന ഒരാളും അല്ല കേട്ടോ. ഞാൻ UK വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ലോട്ടറി എടുക്കുന്നത്. നമുക്ക് പോയി നോക്കി നോക്കാം, അവിടെ ഉണ്ടോ നോക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്ക് വന്ന് എടുക്കാം. അപ്പം നമ്മളുടെ മെയിൻ ക്യാരക്ടറിന് പൈസ കിട്ടിയ പോലെ നമുക്കും എന്തെങ്കിലും പ്രൈസ് കിട്ടുമോ നോക്കാം. ഓക്കെ ഗൈസ്, ഇന്നൊരു നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ നോക്കുന്നത് ടെസ്കോ. കണ്ടോ, ഇവിടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേഗം പോയിട്ട് ടെസ്കോ ഒന്ന് മേടിച്ചിട്ട് വരാം. അവിടെ ഒരുപാട് രൂപക്ക് ലോട്ടറിയും അതുപോലെ തന്നെ സ്ക്രാച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 5 pounds, 10 pounds, 2 pounds, 3 pounds, 1 pounds, അങ്ങനെ ഒരുപാട്. ഗൈസ് എനിക്ക് കിട്ടിയിട്ടോ 2 poundsൻ്റെ ഒരെണ്ണം ഉണ്ട് എടുത്തേക്കണത്. നമ്മൾ ആക്ച്വലി എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു. കാരണം നമ്മൾ 18 ഓവർ ആണെങ്കിൽ മാത്രമേ തോന്നുന്നു ഇവർ ഈ ലോട്ടറിയും അല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ് എന്തെങ്കിലും തരത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് ID കാണിച്ചിട്ടാട്ടോ ഇത് കിട്ടിയത്. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോട്ടറി ടിക്കറ്റ്. ഇത് ലോട്ടറി അല്ല, ഇത് സ്ക്രാച്ച് കാർഡാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മേടിക്കാമെന്ന്. ഇതിന് 2 pound ആയത്. ഇതിൻ്റെ അകത്ത് പ്രൈസസ് ചെയ്തേക്കുന്നത് ദർ ഇസ് ചാൻസ് ഓഫ് വിന്നിങ് 100 pounds, 40 pounds, 20 pounds. 100 pounds എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 10,000 rupees ആണ്. ആൻഡ് യു മസ്റ്റ് ബി 18 years ഓർ ഓവർ. അപ്പോൾ 18 വയസ്സിന് മേലെ ഉള്ളവരൊക്കെയാണ് ഇത് കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളുടെ ഇത് ചോദിച്ചു കേട്ടോ. അവർ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്ക്രാച്ച് ചെയ്യണം. സ്ക്രാച്ച് ചെയ്തിട്ട് 2 ഐഡൻറ്റിക്കലായിട്ട് എന്തെങ്കിലും ഷേപ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് വിൻ ചെയ്തു. ഇവരിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് 10 റോസോളുണ്ട്. ദർ ഇസ് എ ചാൻസ് ടു വിൻ ദറ്റ് 10 prizes ഉണ്ടോ. 10 times on a ടിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 times നമുക്ക് ചാൻസ് ഉണ്ട് വിൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ വിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. പണ്ട് അപ്പാപ്പൻ എപ്പോഴും നമ്മുടെ ലോട്ടറി എടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു പ്രാവശ്യം അപ്പാപ്പന് തത്തയുടെ കയ്യിൽ നിന്ന്, തത്ത എന്ന് പറയണത് ആനുണ്ട് കേട്ടോ. അപ്പോൾ ആൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും തത്തേനെ. അപ്പോൾ ആൻ എടുത്തിട്ട് ഒരു പ്രാവശ്യം അപ്പാപ്പന് വിന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൈസ് 5000 രൂപ എടുത്ത് തന്നാണ്ടും. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5 pounds ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ സ്റ്റാർ നമുക്ക് നോക്കി നോക്കാം. ഒരു ട്രീ പോലത്തെ എന്തോ സംഭവമാണ്. ഇവിടുത്തെ നോക്കാം. യോ, ഇത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അത് രണ്ടും ഡിഫറെൻ്റ് ആണേ. ഇനി അടുത്ത നോക്കാം. അടുത്തത് 10 poundsനുള്ളതാണ്. ഈ ഒരു ഷേപ്പാണേ. ഇല്ല ഗൈസ്, വേറെ പൗണ്ടിൻ്റെ വേറെ ഷേപ്പാണ് നമുക്ക് വന്നത്. സണ്ണാണ്, പക്ഷെ വേറെ ഒരെണ്ണം പൗണ്ട്സിൻ്റെ ഒരു ഷേപ്പാണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് 2 pound ആണ്. വോൾട്ട് എന്ന് പറഞ്ഞൊരു ഷേപ്പാണ്. നെക്സ്റ്റ് ഉള്ളത് N വെച്ചിട്ടാണ് കേട്ടോ. നഗ്ഗറ്റ്സ് ആണ്, അത് കിട്ടിയില്ല. ദെൻ അടുത്ത പ്രൈസ് നോക്കാം. അതും 2 pound ആണ്. ഒരെണ്ണം വന്നിട്ട് വാഡ് എന്ന് പറഞ്ഞൊരു ഷേപ്പാണ്. വാഡാണോ ഹാഡാണോ? ഒരെണ്ണം വന്നിട്ട് ഈ ഷേപ്പാണ്. അടുത്ത നോക്കാം. അടുത്തത് വന്നിട്ട് വേറെ ഒരു കീ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ അതും കിട്ടിയില്ല. ഇനി നമുക്കിത് നോക്കാം. ഇതാണ് കേട്ടോ ഏറ്റവും ഹയ്യസ്റ്റ് 100 poundsൻ്റെ ആണ്. എന്താണിത്? ഗോൾഡ് ബാർ മൈ ട്രീ. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒന്നും സെയിം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പം നമ്മുടെ 100 ഒക്കെ നമുക്ക് പോയി.
അപ്പം നമുക്ക് ഇത് നോക്കാം കേട്ടോ. ഇത് 40 പൗണ്ട്സിൻ്റെ ആണ് കേട്ടോ. വാച്ചാണ് ഒരെണ്ണം, ദെൻ പൗണ്ടാണ്, അപ്പം അതിലുമില്ല. അടുത്തത് 4 പൗണ്ട്സിൻ്റെ ആണ്. നെക്ലസ് ആണ് ഒരെണ്ണം. ഗായ്സ്, ഇറ്റ്സ് നെക്ലസ്. വി ഗോട്ട് 4 പൗണ്ട്സ്. കണ്ടോ, നമുക്ക് രണ്ടും സെയിം ആയിട്ട് വന്നിട്ട് 4 പൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വി ഗോട്ട് 4 പൗണ്ട്സ് അല്ലേ. അടുത്തത് 40 പൗണ്ട്സിൻ്റെ ആണ് കേട്ടോ. ഒന്ന് സ്നാപ്പാണ്, മറ്റേത് വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ചിഹ്നമാണ്. കിട്ടിയില്ല. അടുത്തതും പിന്നെയും ഒരു 100 പൗണ്ട്സിൻ്റെ ഉണ്ട് കേട്ടോ. സണ്ണാണ് നമുക്ക്. സണ്ണും ഗോൾഡ് ബാറുമാണ്, അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല. അടുത്തത് 5 പൗണ്ട്സിൻ്റെ ആണ്. ഒരെണ്ണം മറ്റേ കീ ആണ്, പിന്നെ ഒരെണ്ണം ക്യാമറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയേക്കണത് ഇതാണ് കേട്ടോ. നമുക്ക് കിട്ടിയേക്കണത് ദിസ് 4 പൗണ്ട്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. കണ്ടോ, നെക്ലസ്. സൂം ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ, ബാക്കി എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇത് മാത്രമാണ് ഐഡൻറ്റിക്കലായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 4 പൗണ്ട്സ് കിട്ടി. ബട്ട് നമ്മളെന്താണ് മൊത്തം പൈസ കൊണ്ടുപോയി കളഞ്ഞില്ല കേട്ടോ. ബട്ട് 2 പൗണ്ട്സ് ഓക്കെ, നമ്മളിതൊരു ഫണ്ണായിട്ട് എടുത്താട്ടെ. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും വരുമ്പോൾ ഇതൊരു മെമ്മറബിളായിട്ട് കിടക്കുമല്ലോ. UK വന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് 4 പൗണ്ട്സ് ആദ്യമായിട്ട് കിട്ടിയതാട്ടോ. സോ വി ആർ ലക്കി അല്ലേ ഗൈസ്. അപ്പം നമുക്ക് 4 പൗണ്ട്സ് കിട്ടിയേക്കുവാണ്. സോ 2 പൗണ്ട്സ് നമുക്ക് ലാഭം. അപ്പോൾ നമ്മൾ ലക്കിയാണ് കേട്ടോ. കണ്ട് ഈ 4 പൗണ്ട് നെക്ലസ് എന്ന് പറഞ്ഞതിൻ്റെ ആ 4 പൗണ്ട്സ് ആണ് കിട്ടിയേക്കുന്നത്. വലിയ പൈസ ഒന്നും അടിച്ചിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫണ്ണായിരുന്നില്ലേ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചെക്ക് യുവർ ടിക്കറ്റ് ഇൻ യുവർ സ്റ്റോർ ടു സീ ഇഫ് യു ആർ എ വിന്നർ. ഓക്കെ, ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഈ 4 പൗണ്ട്സ് ക്ലെയിം ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ലക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞിട്ട് ലക്ക് ഉണ്ട്, പക്ഷെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഹാപ്പി ആയിരുന്നു, ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് എടുത്തല്ലേ. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മെയിൻ ക്യാരക്ടർ ബുക്കിലെ ലൈസൻസ് ഡ്രീമിലെ മെയിൻ ക്യാരക്ടറിന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കും ലക്കുണ്ട്. അപ്പോൾ മേ ബി ഭാവിയിൽ നമ്മുടെ എല്ലാ ഡ്രീംസും എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടെ. ലോട്ടറി വഴിയല്ല, അല്ലാതെയും എല്ലാം ഓക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയും എല്ലാ ഡ്രീംസും എല്ലാം ഓക്കെ ആവട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കി ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് മമ്മീനെ വിളിക്കും. ഇപ്പം മമ്മി വീട്ടിലെത്തേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ മമ്മീനെ വിളിക്കും, എന്നിട്ട് ഒരു മൂവി കാണാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മൂവി ഉണ്ടോ എന്ന് നോക്കാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമ്മുടെ ചാനൽ 979 സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം നമുക്ക് ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചു. തലയണ മന്ത്രം. നല്ല സിനിമ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഉർവശിയുടെയും ശ്രീനിവാസൻ്റെയും ജയറാമിൻ്റെയൊക്കെ ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം സിനിമയൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഈ സലീഷ് ബ്രോ ഇന്നലെ ഇത് കൊണ്ടുവന്നായിരുന്നു, ഹെർഷീസ് കുക്കീസ് ആൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം കഴിക്കാമെന്ന്. ഓൾറെഡി ഇപ്പം സ്നാക്കൊന്നും കഴിച്ചില്ലല്ലോ നമ്മൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കില്ല. ഞാൻ വിചാരിച്ചു ഇത് കഴിച്ച് സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഇതൊരു ഇങ്ങനത്തെ ഒരു പാക്കേജിലായിട്ടാണ് വന്നത്. ഒരു ചപ്പാത്തി പോലത്തെ സാധനം, അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഇതും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്രീമും ഒക്കെ കൂടി ഉള്ളതാട്ടോ. നൈസാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിച്ചിരുന്ന് നമുക്ക് സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഓക്കെ, വാ, ലെറ്റ്സ് കണ്ടിന്യൂ. ഹേ ഗായ്സ്, ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് അത് കണ്ടത്. നമ്മളുടെ വീഡിയോസ് ഓൾമോസ്റ്റ് 24 മിനിറ്റ്സ് ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോയാൽ ഭയങ്കര ബോറടി ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന്. ഇനിയൊന്നുമില്ല, നമ്മൾ ലഞ്ച് കഴിക്കും, ഡിന്നർ കഴിക്കും, എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു ദിവസം നമ്മൾ ഇങ്ങനെ ഈ ഹാഫ് ഡേ നമുക്ക് തുടങ്ങി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ലക്ക്, അപ്പോൾ നമുക്കിന്ന് നല്ല ലക്കുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. നമ്മൾ 3 years എൻഗേജ്ഡ് ആയിട്ട് 3 years ആയി. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളും ഈ ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.